രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിലേക്ക് പ്രത്യക്ഷമായി കടക്കുകയാണെങ്കിൽ അതൊരു നിശ്ചലാവസ്ഥയിലാണോ? ഒരു സ്റ്റാഗ്നേഷൻ കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടോ? മുന്നണികൾ തമ്മിലുള്ള വ്യത്യാസം പ്രത്യയശാസ്ത്ര മേഖലയിലേക്ക് കടക്കണം. മുന്നണികൾ തമ്മിൽ വ്യക്തമായിട്ട് വ്യത്യാസം ഉണ്ടാവുകയാണെന്ന് വെച്ചെങ്കിൽ അത് പ്രത്യയശാസ്ത്രപരമായ മറ്റോ വ്യത്യാസമായിരിക്കണം. ഇന്ന് അത്തരമൊരു വ്യത്യാസം രണ്ട് മുന്നണികളും തമ്മിലില്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. ഒരാൾക്കൊന്ന് UDF-ലാണെന്ന് വെച്ചെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഒരു 6 മാസം കഴിഞ്ഞാൽ LDF-ലാവും. 10 കൊല്ലം 5 കൊല്ലം ഒരുമിച്ച് LDF ഉണ്ടായിരുന്ന ആൾക്കാർ ഒരു ദിവസം പിറ്റേ ദിവസം കാലത്ത് നീട്ടുന്നിട്ട് ഞാൻ LDF-ലല്ല UDF-ലാണെന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അതൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു ബലമില്ലാത്ത ഒരു സ്ഥിതിയാണ് കാണുന്നത്. അപ്പോൾ രാഷ്ട്രീയം പ്രത്യയശാസ്ത്രങ്ങളിലേക്ക് തന്നെ പോകണം. പ്രത്യയശാസ്ത്രത്തിൻ്റെ ബലം രാഷ്ട്രീയത്തിനുണ്ടാവണം, രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാവണം, മുന്നണികൾക്കുണ്ടാവണം. പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ രാഷ്ട്രീയ പുനരേകീകരണം തന്നെ നടക്കണം എന്ന രീതിയിൽ ഇതിനെ പ്ലേസ് ചെയ്യാമോ? ഒരർത്ഥത്തിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ പുനരേകീകരണം ഉണ്ടാകുമ്പോൾ വളരെ ബൃഹത്തായ പ്രശ്നങ്ങളുണ്ടല്ലോ, സൈദ്ധാന്തിക പ്രശ്നങ്ങൾ. അവയൊക്കെ മറികടന്ന് അവയൊക്കെ ഉള്ള ചിന്ത ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമേ അത് സാധ്യമാവുകയുള്ളൂ. ദൈനംദിന രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആയിക്കൂടാ എന്നർത്ഥം. ദൈനംദിന രാഷ്ട്രീയത്തിൽ വാസ്തവത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള വ്യത്യാസം തന്നെ ഒരു പക്ഷേ എത്ര കുറയ്ക്കാൻ സാധിക്കുമോ അത്ര കുറയ്ക്കാം. അധികാരത്തിൽ ആര് വരണം, അധികാരത്തിൽ നിന്ന് ആര് പോകണം, ആരൊക്കെ ഭരിക്കണം, ആരൊക്കെ നയിക്കണം എന്നതായിരിക്കരുത്, സൈദ്ധാന്തികത തന്നെ ആയിരിക്കണം രാഷ്ട്രീയത്തിൻ്റെ ചാലകശക്തി എന്നാണ് താങ്കൾ പറയുന്നത്. അതിന് പക്ഷേ കേരളം അതിന് വളരെ നല്ലൊരു ഇടമായി നമുക്ക് കാണാവുന്നതാണ്. ബിക്കോസ് കേരളത്തിലുള്ള രാഷ്ട്രീയ അവബോധം ഒരു പക്ഷേ ഇന്ത്യയിൽ വേറെ എവിടെയില്ല, പക്ഷെ ബംഗാളിലുണ്ടാവും. അതുകൊണ്ട് ഇവിടെ അതിനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നു. പക്ഷെ ആ സാധ്യത ആരും ഉപയോഗിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ കാലത്ത് ഭരണകൂടം കൂടുതൽ ശക്തമായ ഒരു സാന്നിധ്യമായി മാറുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. ഒരു ബിഗ് ബോസ് നമ്മളെയൊക്കെ നിരീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സമൂഹത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചില പ്രകടിത രൂപങ്ങളായിട്ട് കഴിഞ്ഞ ചില കോളേജ് മാഗസിനിലൊക്കെ പ്രധാനമന്ത്രിക്കെതിരെ ചില പരാമർശങ്ങൾ വന്നു. ആ മാഗസിൻ്റെ മുഖ്യപത്രാധിപരായ അധ്യാപകൻ മുതൽ പത്രാധിപനായ വിദ്യാർത്ഥിയെ അടക്കം അത് കമ്പോസ് ചെയ്ത DTP ജോലിക്കാരനെ അടക്കം കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുന്ന തലത്തിലേക്ക് പോയി. മറ്റൊരിടത്ത് പറയുകയാണെങ്കിൽ ദേശീയ ഗാനം സിനിമാ കോട്ടയിൽ പാടിക്കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നില്ല, കൂക്കി വിളിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു യുവാവിനെ കടുത്ത വകുപ്പുകൾ ഉപയോഗിച്ച് ജയിലിലടച്ചു. ഇത്തരത്തിലൊക്കെയുള്ള പ്രവണതകളും അതിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭരണകൂടം കൂടുതൽ ആസുരമായി മാറുന്നു, കൂടുതൽ ശക്തമായി മാറുന്നു. നമ്മളെയൊക്കെ എല്ലാ നിലയ്ക്കും നിരീക്ഷിക്കുന്ന ഒരു ഭരണകൂട അധികാര കേന്ദ്രം നിലവിൽ വന്നിരിക്കുന്നു എന്ന ഒരവസ്ഥ കേരളത്തിലുണ്ട്. ഭരണവ്യവസ്ഥ കൂടുതൽ ശക്തമായി വരികയാണ്, അതിന് യാതൊരു സംശയമില്ല. മനുഷ്യൻ, വ്യക്തി, പൗരൻ നിക്ഷിപ്തമായ അധികാരങ്ങൾ അവ ദിനം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ലെജിസ്ലേഷനോടുകൂടിയായാലും ലെജിസ്ലേഷൻ ഇല്ലാതെ തന്നെ സർക്കാരിൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായതായാലും അങ്ങനെ തീർച്ചയായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ത്യൻ സ്റ്റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റ് ഒരു സോഫ്റ്റ് സ്റ്റേറ്റ് അല്ല. പലപ്പോഴും സോഫ്റ്റ് സ്റ്റേറ്റ് ആണെന്ന് പറയുന്നത്. സോഫ്റ്റ് സ്റ്റേറ്റ് അല്ല, സ്ട്രോങ് സ്റ്റേറ്റ് തന്നെയാണ് ഇന്ത്യ. എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. അതിൽ ലിബറലിസം കുറേ സ്വാധീനം ചെലുത്തുമ്പോൾ അത് മൈൽഡായ രീതിയിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ സ്റ്റേറ്റിനെ എതിർക്കുന്നത് വളരെ നിശ്ചിതമായ രീതിയിൽ അതിനെ ആക്രമിച്ച് രീതിയിൽ വരുത്തുന്നത് കാണാം. ഇപ്പം ഇന്ന് പല ഭാഗത്തും സംഭവിക്കുന്ന
റാഡിക്കൽ പൊളിറ്റിക്സിന് എതിരായിട്ട്, സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് അതൊക്കെ ധാരാളം കാണാനുണ്ട്. ഈ കാലത്തിൻ്റെ പ്രത്യേകതയായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നത് പുതിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവണതകൾ നാം എടുത്തു വരുന്നു. ജനസഞ്ചയത്തിൻ്റെ രാഷ്ട്രീയം, ജൈവരാഷ്ട്രീയം എന്ന് പറയുന്ന തരത്തിൽ വിലയിരുത്തുന്ന രാഷ്ട്രീയ പ്രവണതകൾ ഒക്കെ ഉണ്ടായി വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വേറിട്ട ഒരു രാഷ്ട്രീയ പ്രവണതയായി അതിനെയൊക്കെ രേഖപ്പെടുത്താൻ മാത്രം അത് ശക്തമാണോ, പ്രസക്തമാണോ? ഇന്ത്യൻ ജനാധിപത്യം ഒരു അതിർത്തി വരെ ഒരു രാഷ്ട്രീയ പ്രതിഭാസമായി ഒക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ജനാധിപത്യത്തിന് മറ്റു പല മുഖങ്ങളുണ്ട്. സാമ്പത്തികമായ മുഖം, സാമൂഹികമായ മുഖം. ഈ മേഖലയിലേക്ക് രാഷ്ട്രീയ പാർട്ടികളോ ഭരണകൂടമോ കടന്നു ചെല്ലുകയുണ്ടായില്ല. കടന്നു ചെന്നത് വളരെ പരിമിതമായ രീതിയിലായിരുന്നു. അതുകൊണ്ട് ഒരു വലിയ വിഭാഗം ജനങ്ങൾ പുറന്തള്ളപ്പെട്ടു. അവർക്ക് ഈ ഭരണകൂടത്തിൻ്റെ ശരികളിൽ യാതൊരു താല്പര്യവുമില്ലാതായി. അവർ ഒരു വിധം അരാഷ്ട്രീയതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സ്പേസിനെയാണ് ഈ പുതിയ നമ്പർ എന്ന് പറയുന്നത്, പുതിയ പ്രവണതകൾ ഈ സ്പേസിൽ ഉണ്ടാകുന്നത്. രാഷ്ട്രീയ കക്ഷികൾ പരാജയപ്പെട്ടെടുത്തു നിന്നാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉയർന്നു വരുന്നത്. ആ പ്രവണതകൾ വളരെ ശക്തമായ പ്രവണതകളാണ്. പക്ഷേ രാഷ്ട്രീയമല്ല. അരാഷ്ട്രീയമാണ് അവയുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയണം. കാരണം ഒരു പറയുന്ന രാഷ്ട്രീയം ചീത്തയാണ്, ഒരു പൂർണ്ണമായ രീതിയിൽ തിരസ്കാരമാണ്. അത് വാസ്തവത്തിൽ ഡെമോക്രസിക്ക് നല്ല കാര്യമില്ല. ഇത്തരത്തിൽ പുറന്തള്ളപ്പെട്ടവരുടെ അല്ലെങ്കിൽ സബാൾട്ടേൺ എന്നൊക്കെ നമ്മൾ പറയുന്ന കീഴാളത്വം അനുഭവിക്കുന്ന ആളുകളുടെ ചെറുത്തുനിൽപ്പ് ആയി ഉയർന്നു വരുന്ന ഈ പ്രവണത പലപ്പോഴും സ്വത്വരാഷ്ട്രീയത്തിൽ വേരുള്ളതാണ് എന്ന് പറയുന്നു. അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണ്. സ്വത്വരാഷ്ട്രീയമാണ് അതിൻ്റെ പിൻബലം. സ്വത്വരാഷ്ട്രീയം രാഷ്ട്രീയ സ്വഭാവത്തിലുള്ളതല്ല, അത് അരാഷ്ട്രീയമാണ് എന്നാണ്. രാഷ്ട്രീയമാണ്. അത് സമൂഹത്തിൻ്റെ ചില അംശങ്ങൾക്ക് സ്വാതന്ത്ര്യമോ എന്തെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമോ അതിനൊക്കെ വേണ്ടിയിട്ട് നിലനിൽക്കുന്നതാണ്. അത് പലപ്പോഴും ശാസ്ത്രീയമല്ല.